എംഫ്ലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം. ആലപ്പാട്ടെ കരിമണൽ ഖനന വിരുദ്ധ സമരം ഈ അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കേരള സർക്കാരിനെതിരെയും കേന്ദ്രത്തിനെതിരെയുമൊക്കെ ഒരു വലിയ സമരമുഖം തുറക്കുന്ന രൂപത്തിൽ വന്നിരിക്കുന്നു. ശബരിമല വിഷയത്തിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഉള്ള എന്തോ ഒരു സംശയം പലരും സോഷ്യൽ മീഡിയയിൽ അതിനെപ്പറ്റി പ്രകടിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ എന്താണ് ഈ വിഷയം? അവിടുത്തെ കുറേ ജനങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ ഒരിക്കലും കാണാതിരിക്കുന്നില്ല. യഥാർത്ഥ വിഷയം 2004 സുനാമിക്ക് ശേഷമാണ് ആലപ്പാട്ടും അതുപോലെയുള്ള തീരദേശ മേഖലയിൽ അനുബന്ധ മേഖലയിലും മാറ്റങ്ങളുണ്ടായത്. കടൽ ഉള്ളിലേക്ക് കയറി, മിനറൽ ഡിപ്പോസിറ്റ് ധാരാളം അവിടേക്ക് വന്നു. ഇതുമായിട്ട് ചേർന്ന് നിർത്തിയ വേറൊരു കാര്യം ഇപ്പോൾ പറയാം. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പം പ്രളയം വന്നു, പമ്പ കരകവിഞ്ഞൊഴുകി. എന്താ ഇപ്പം സംഭവിച്ചിരിക്കുന്നത്? പോയി നോക്കണം. പമ്പ നദിയുടെ തീരങ്ങൾ പോയി ഇപ്പം നോക്കിയാൽ, ഞാൻ ആ നാട്ടുകാരനാണ്, മണൽ എടുത്ത് പണ്ട് മണൽ മോഷ്ടിച്ച് കൊണ്ടുപോയ കുഴികളെല്ലാം ഇപ്പം മണൽ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആറുമുളയിൽ സാൻഡ് ബെഡ് തന്നെ ഉണ്ടായിരിക്കുന്നു. അതായത് മണൽ തീരമാണ് നീളത്തിലുണ്ടായിരിക്കുന്നത്. ത്രിവേണി, പമ്പയിലെ ത്രിവേണിയിൽ മണൽ നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു പ്രളയം ഒരു നദിയിൽ വരുത്തിയ മാറ്റങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് പോയി കാണുക. ഇതിന് സമാനമാണ് സുനാമി കൊണ്ട് കേരള തീരത്തുണ്ടായ മാറ്റങ്ങൾ. ഈ പറയുന്ന മിനറൽ നിക്ഷേപത്തിൽ വൻ വർധനയുണ്ടായി. അതിനുശേഷമാണ് കടൽ കയറിയതിന് ശേഷമാണ് അവിടെ പലർക്കും വീടുകൾ നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതിനെ ആ ഒരു രൂപത്തിൽ കാണുക കൂടി ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല, ഇതിൻ്റെ കസ്റ്റോഡിയൻ ആരാണ്? അറ്റോമിക് എനർജി കമ്മീഷൻ്റെ കീഴിലാണ് IRE, ഗവൺമെൻറ് സ്ഥാപനമായ IRE പ്രവർത്തിക്കുന്നത്. അവരാണ് അവിടുന്ന് ഖനനം ചെയ്ത് കരിമണൽ കൊണ്ടുപോകുന്നത്. പക്ഷേ പ്രശ്നങ്ങൾ എവിടെ തുടങ്ങി? ഇപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ പെട്ടെന്നൊരു ഗ്രൂപ്പ് ഉണ്ടാവുന്നു, അതിന് അഡ്മിൻ ഉണ്ടാവുന്നു, വ്യാപക പ്രചരണം, ആലപ്പാടിനെ രക്ഷിക്കൂ, സംരക്ഷിക്കൂ എന്നൊക്കെ പറയുമ്പം ഇതിനു മുമ്പ് ഇത്രയും ദിവസം എന്താ ഇതൊന്നും ഉണ്ടാവാതിരുന്നത്? ഈ ശബരിമല വിഷയത്തിന് മുമ്പ് എന്താ ഇതൊന്നും ഉണ്ടാവാതിരുന്നത്? ഇതൊക്കെ ഒരു സാധാരണ പൗരന്മാരുടെ ന്യായമായ സംശയങ്ങളാണ്. അപ്പോൾ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നം കുത്തിപ്പൊക്കുമ്പം അതിന് പിന്നിൽ ആരാണ്? കോടികൾ കയ്യിലുള്ള ഈ മണലിൽ താല്പര്യമുള്ള ആരൊക്കെയോ പിന്നിൽ നിന്ന് കളിക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്ര പെട്ടെന്ന് ഇത്രയും പൈസ മുടക്കി ഒരു കാമ്പയിൻ ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു ചെറിയ ഗ്രൂപ്പിന് സാധിക്കത്തൊന്നുമില്ല. പിന്നെ ആലപ്പാട്ട് വന്ന് സമരം ചെയ്തവർ മലപ്പുറത്തു നിന്ന് വന്നവരെന്ന് കേൾക്കുന്ന അവസാനം. എന്തിനാണ് മലപ്പുറത്തു നിന്ന് ആലപ്പാട്ട് സമരം ചെയ്യുന്നത്? അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണോ ഈ സമരം? വേറെ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഇതിന് പിന്നിലുണ്ടോ? ഇന്ത്യയുടെ ധാതു സമ്പത്താണ്, മിനറൽ സമ്പത്താണ്. അത് അറ്റോമിക് എനർജി കമ്മീഷൻ്റെ കസ്റ്റോഡിയൻ എന്ന നിലയിൽ അവരുടെ കീഴിലുള്ളതാണ്. ഇത് കൈയടക്കാൻ നടത്തുന്ന നീക്കങ്ങളായിട്ട് പോലും ഈ സമരത്തെ നമ്മൾ സംശയിക്കേണ്ടേ? ഇത് ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ഒരു നീക്കമാണോ? അതോ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു ജനകീയ സമരമാണോ ഇത്? ഇപ്പോഴും സംശയങ്ങൾ ബാക്കിയാണ് സാധാരണ ജനങ്ങൾക്ക്. അതിന് നമ്മൾ ഉത്തരം